മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ശിവൻകുട്ടിക്കൊക്കെ വലിയ രീതിയിൽ കുരുപൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കുരുപൊട്ടി രംഗത്ത് വന്നതിന് പല ചുട്ട മറുപടിയുമായിട്ട് വി രാജേഷ് രംഗത്തും എത്തിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. അതിനു മുമ്പേ ആയിട്ട് തിരുവനന്തപുരം നഗരസഭയില് ചരിത്രപരമായിട്ടുള്ള വികസനങ്ങളാണ് മേയറുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്കൊന്നും പോവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇത് തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മൾ ഈ വികസനങ്ങൾ പരമാവധി എടുത്ത് ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് തിരുവനന്തപുരത്ത് ഈ 19 ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് സ്കൂട്ടർ വിതരണം ചെയ്തു കഴിഞ്ഞു. 19 ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് സ്കൂട്ടർ വിതരണം ചെയ്തു കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലെ ഓരോ പഞ്ചായത്തുകളിലും ഇതുപോലെ സ്കൂട്ടറുകൾക്ക് ആവശ്യമുള്ള ഒരുപാട് ആളുകളില്ലേ? ഓരോ പഞ്ചായത്തും എടുത്തു നോക്കിയാൽ ആളുകളുണ്ടാവും. ഇതൊന്നും തന്നെ ഒരു കണക്കെടുപ്പ് മറ്റ് പഞ്ചായത്തുകളൊന്നും എടുക്കുന്നില്ലേ? ഇതൊക്കെ മലയാളികൾ ചിന്തിക്കേണ്ടതല്ലേ? നമ്മൾ ഈ കോർപ്പറേഷനിൽ മാത്രമല്ലേ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുന്നുള്ളൂ? ഇത് മാത്രമല്ല, മറ്റൊരു ഈ ഡൽഹിക്ക് പോയതുമായി ബന്ധപ്പെട്ട് കേരളത്തില് ഒരുപാട് അതേപോലെ തന്നെ കേരളത്തിലെ ഇടതും വലതും വലിയ കുരുപൊട്ടൽ നടത്തി രംഗത്തെത്തിയിട്ടില്ലായിരുന്നോ? ഡൽഹിക്ക് പോയതും വെറുതെ അല്ല എന്നുള്ള വലിയൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഞങ്ങൾ വെറുതെ പോയതല്ല. ഡൽഹിയിൽ നിങ്ങളുടെയൊക്കെ വാർഡുകളിലേക്ക് 100 മെഡിക്കൽ സ്റ്റോർ വരാൻ പോവുകയാണ്. ഒരു വാർഡിൽ പകുതി വിലയ്ക്ക് മരുന്ന് കിട്ടുന്ന ഒരു മെഡിക്കൽ സ്റ്റോർ വരാൻ പോവുകയാണ്. 1000 രൂപയ്ക്ക് ഇപ്പോൾ മരുന്ന് വാങ്ങിക്കുമ്പോൾ പിന്നീട് ഇനി ആ മെഡിക്കൽ സ്റ്റോർ വന്നു കഴിഞ്ഞാൽ 500 രൂപ കൊടുത്താൽ മതി. 1000 രൂപയ്ക്ക് നടത്തുന്ന രക്തപരിശോധന 500 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, പകുതി വിലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലിനിക്കുകൾ വരികയാണ് നിങ്ങളുടെ വാർഡുകളിലേക്ക്. ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ഡൽഹിയിലേക്ക് പോയത്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, നിങ്ങൾ കേട്ടില്ലേ, ഡൽഹിക്ക് പോയത് എന്താണോ എന്ന് ചോദിച്ച് ഉറഞ്ഞു തുള്ളിയ കേരളത്തിലെ ഇടതും വലതും ഇപ്പോ എന്തു പറയുന്നു? UDF-ലും LDF-ലൊക്കെ ഉളുപ്പുള്ള നേതാക്കന്മാർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തല കുനിച്ചിരിക്കണോ? ഇതൊക്കെ കേൾക്കുമ്പോൾ ഉളുപ്പുണ്ട ഏതെങ്കിലും ഒരുത്തരുണ്ടെങ്കിൽ, ഇത്രയും കാലമായിട്ട് കേരളം ഇടതും വലതും ഭരിച്ചിട്ട് നമ്മളൊക്കെ ഉള്ള നാട്ടിൻ പുറങ്ങളിൽ ഓരോ വാർഡുകളിലും നിങ്ങളൊക്കെ നേരെ ഒന്ന് ചിന്തിച്ചോക്കോ. എന്തേ കേരളത്തിലെ മറ്റൊരു സ്ഥലത്തും ഒരാൾക്കൊരു അസുഖമില്ലേ? തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ മാത്രമല്ല, കേരളത്തിൽ ഉടനീളം ഈ സൗകര്യമൊക്കെ ജനങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കും. അകലം മലയാളികൾ ഒന്ന് ചിന്തിച്ചോക്കോ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലെത്തിയത് കൊണ്ട് അവിടെയുള്ള 101 വാർഡിലും മരുന്ന് പകുതി വിലക്ക് കൊടുക്കുന്ന സംവിധാനം വരിക. ഓരോ വാർഡിലും ഒരു ഷോപ്പ് എന്ന രീതിയിൽ ഒരു മരുന്ന് കൊടുക്കുന്ന ഒരു സംവിധാനം ഓരോ വാർഡിലും 101 സ്ഥലത്തും. എത്ര സുന്ദരമാണ്. ഒക്കെ പോട്ടെ, ഇവിടെ മറ്റ് കോർപ്പറേഷനുകളിലെങ്കിലും ഇതൊക്കെ ഒന്ന് നടപ്പിലാക്കിക്കൂടെ? ഇവിടെ ഇടതും വലതും കേരളം ഭരിച്ചു മുടിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളത് തിരുവനന്തപുരം മേയർ നടത്തുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോൾ അല്ലേ മലയാളികൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നത്? നിങ്ങളത് ഓരോ മലയാളിയും ചിന്തിക്കേണ്ടതാ. മരുന്നൊക്കെ പകുതി വിലക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ 1000 രൂപക്ക് വാങ്ങേണ്ട മരുന്ന് അത് 500 രൂപ കൊടുത്താൽ മതി എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് എത്ര സുന്ദരമായിട്ടുള്ളൊരു വികസന. ഈ BJP ഒരു സ്ഥലത്ത് വിജയിച്ചാൽ പിന്നെ അവിടെ പരാജയപ്പെടാത്തത് ഇതുകൊണ്ടൊക്കെയാ. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിലാണ് അവർ തുടക്കം കുറിക്കുക. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, മരുന്ന്, വീട്, അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് സ്കൂട്ടർ, നിങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ? എത്ര സുന്ദരമായിട്ടാണ് തിരുവനന്തപുരത്ത്. ഇത് പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, നടപ്പിൽ വരുത്തല്ലേ. 1000-ഓളം ആളുകൾക്ക് വീടുമായി ബന്ധപ്പെട്ടുള്ള തുടക്കം കുറിച്ച് ഉദ്ഘാടനം നടന്നു. സ്കൂട്ടറുകൾ വിതരണം ചെയ്തു. ഇപ്പോ കൃത്യമായിട്ട് പറയുന്നു എല്ലാ വാർഡുകളിലേക്കും മരുന്ന് ഷോപ്പ് എന്ന്. എത്ര സുന്ദരമാണത്, എത്ര സുന്ദരമാണ്. ഈ സമയത്താണ് ശിവൻകുട്ടിയൊക്കെ ഇപ്പോഴും ചൊറഞ്ഞു വരിക. എന്താ പറയുന്നത്? ആറ്റുകാൽ പൊങ്കാല നടത്തിയതിൽ ഞാനൊരു പോസ്റ്റ് വായിച്ചു തരാം. ശിവൻകുട്ടിയുടെ പോസ്റ്റാ, ഫേസ്ബുക്ക് പോസ്റ്റ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണം വീഴ്ചകൾ അനുവദിക്കില്ല, പരിശോധനയ്ക്ക് RDOയെ ചുമതലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് എന്തോ തിരുവനന്തപുരം നഗരസഭ നഗരത്തിലൊക്കെ വൃത്തിയില്ല എന്നൊക്കെ രീതിയിൽ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. ശിവൻകുട്ടി നാണല്ലേ?
ഇയാൾക്കൊന്നും ഒരു ഉളുപ്പില്ലേ? ഇതിവിടെയുള്ള ഓരോ മലയാളിയും സാധാരണക്കാരും ചോദിക്കുക. കാരണം എന്താ? ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് രാത്രി 2:15 കൂടിയിട്ട് അവിടെയുള്ള റോഡുകൾ പോലും കഴുകി വൃത്തിയാക്കിയെന്ന് പോസ്റ്റ് കേരളം ഒന്നടങ്കം കണ്ടു. കൃത്രിമം മഴ പെയ്യിപ്പിച്ചു. അങ്ങനെ തിരുവനന്തപുരം നഗരത്തില് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിൽ വൃത്തിയാക്കി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തിരുവനന്തപുരം മേയർ തിരുവനന്തപുരം ഈ കോർപ്പറേഷൻ പരിധിയിൽ വീടില്ലാത്തവർക്ക് വീട് പ്രഖ്യാപിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം നടത്തി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം സാധാരണ ഭിന്നശേഷിക്കാരായിട്ടുള്ള 19 പേർക്ക് സ്കൂട്ടർ വിതരണം ചെയ്ത് മേയറും മേയറുടെ സംവിധാനവും ശക്തമായിട്ട് മുന്നോട്ട് കുതിക്കുമ്പോ ശിവൻകുട്ടിയൊക്കെ ഇപ്പോഴും പിന്നിലാ. ആറ്റുകാൽ പൊങ്കാലയിൽ ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുക. ആറ്റുകാൽ പൊങ്കാലയിൽ ഇനി എന്തെങ്കിലും വീട് കിട്ടുമോ എന്ന് ചോദിക്കാനേ ഇതിനൊരു ചുട്ട മറുപടി മേയർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടോക്കൂ. അല്ല, ഇതേ മന്ത്രിയാണല്ലോ പൊങ്കാലയുടെ അന്ന് രാത്രിയും പിറ്റെന്നൊക്കെ പറഞ്ഞത്. നന്നായിട്ട് കോർപ്പറേഷൻ ഉത്തരവാദിത്തം നിർവഹിച്ചു, അവരുടെ നഗരമൊക്കെ വൃത്തിയാക്കി എന്ന് ശുചീകരിച്ചു. അപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് അതിന് വലിയ പിന്തുണ കിട്ടിയപ്പോഴേക്കും മന്ത്രിയുടെ പാർട്ടിയും മന്ത്രിയും കൂടെ തീരുമാനിച്ചു അതിൻ്റെ ശോഭ കെടുത്തണം എന്ന്. 45 വർഷം അവരുടെ കയ്യിലിരുന്ന് അധികാരം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വേദനയുണ്ടാകും. അത് മന്ത്രിയുടെ ആ വികാരമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അവർ മാത്രം ഇടപെട്ട് നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ജനങ്ങൾ അവരുടെ കയ്യിൽ നിന്നും മാറ്റി മറ്റൊരു ഘടകത്തെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് കുറച്ച് വേദനയും വികാരമൊക്കെ ഉണ്ടാകും. അത് സോഷ്യൽ മീഡിയ വഴിയും ഇതുപോലുള്ള ആൾക്കാരൊക്കെ വഴി ചില കാര്യങ്ങളൊക്കെ നടത്തും. നോക്കാം. എന്തായാലും ഇദ്ദേഹം തന്നെയാണല്ലോ തലേദിവസം ഇത് ഭംഗിയായിട്ട് നടന്നു എന്ന് പറഞ്ഞത്. നിങ്ങൾ കേട്ടില്ലേ? മേയർ പറഞ്ഞതുപോലെ ഭരണം നഷ്ടപ്പെട്ടത് കൊണ്ടുള്ള ചൊറിച്ചില. അത് മാത്രമല്ല എന്നുള്ളത് മലയാളികളും തിരിച്ചറിഞ്ഞു. വരുന്ന നിയമസഭാ ഇലക്ഷനില് ഈ പറയുന്ന ഇടതുപക്ഷത്തേക്ക് തിരുവനന്തപുരം ജനത എടുത്ത് ആറ്റിലറിയുമെന്ന് ഈ പറയുന്ന ശിവൻകുട്ടിയൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിന്റെ ചുരുക്ക ഈ ചാടി വേണിങ്ങനെ കുരു പൊട്ടിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജനത എന്നല്ല, മലയാളികൾ ഒന്നടങ്കം തിരിച്ചറിയല്ലേ. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് BJP എത്ര സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെച്ചു. വീട് കൊടുക്കുന്നത്, ഓരോ വാർഡിലും മരുന്ന് പകുതി വിലക്ക് കൊടുക്കുന്നത്, അത് കഴിഞ്ഞ് 19 പേർക്ക് സ്കൂട്ടർ കൊടുക്കുന്നത്. BJP അതിവേഗം വികസനമായിട്ട് മുന്നോട്ട് കുതിക്കുമ്പോ ഇപ്പോഴും ആറ്റുകാൽ പൊങ്കാലയുടെ മാലിന്യം വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് റോട്ടിൽ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതിമ ചൊറിഞ്ഞോണ്ടിരിക്കുക. അതേസമയം ഒരു ഭാഗത്ത് കോർപ്പറേഷന് മേയറുടെ നേതൃത്വത്തിൽ മുന്നോട്ട് കുതിക്കുകയും എത്ര ദുരന്തമാണ് ഇടതുപക്ഷം എന്നുള്ളതൊക്കെ ഇതിലൂടെയൊക്കെ തന്നെ സകല മലയാളികളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇടതുപക്ഷമൊക്കെ തിരുവനന്തപുരം ജനത ഇടതുപക്ഷത്തെ എടുത്ത് തോട്ടിലെറിയുന്നത് കൊണ്ടുള്ള ഈ വെപ്രാളാണ് ശിവൻകുട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു മലയാളികൾ ഒന്നടങ്കം തിരിച്ചറിയേണ്ടതാ. ഇവിടെ ശിവൻകുട്ടി പറയുന്ന UDF-ഉം LDF-ഉം എത്ര കാലമായിട്ട് ഭരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP അധികാരത്തിലെത്തിയ സമയത്ത് എത്ര സുന്ദരമായിട്ടാണ് വികസനങ്ങൾ നടത്തുന്നത്. ഞാനൊരു കാര്യം എടുത്തു പറയാം, നമ്മുടെ കേരളത്തിലെ ഏത് കോർപ്പറേഷൻ ഇതുപോലെ വികസനങ്ങൾ ചെയ്താലും നമ്മളെടുത്ത് വീഡിയോ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കും. കാരണം ആരാണ് ഏറ്റവും കൂടുതൽ വികസനങ്ങൾ ചെയ്യുന്നത് അവരെയാണ് നമ്മുടെ കേരളത്തെ ഭരിക്കേണ്ടത്. അപ്പൊ വരുന്ന നിയമസഭാ ഇലക്ഷനിലൊക്കെ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മലയാളികൾ വോട്ട് ചെയ്യും. അതിന്റെ റിസൾട്ട് ഒക്കെ വരുമ്പോൾ കേരളത്തിലെ ഇടതും വലതിലൊക്കെ പൊട്ടിക്കരയാം എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട.